ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഓസ്ട്രേലിയയിൽ കാൻബറയിലെ വാർ മെമ്മോറിയലിലേക്കാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരമായ കാൻബറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ഒരു ദേശീയ സ്മാരകവും കൂടാതെ യുദ്ധത്തിൽ സേവനമനുഷ്ഠിക്കുകയും മരിക്കുകയും ചെയ്തവരെ ഓർമ്മിക്കാൻ കൂടിയുള്ള ഒരു ഇടം കൂടിയാണ്. ആയിരത്തി 1941 ഈ സ്മാരകം രാജ്യത്തിനായി സമർപ്പിച്ചത്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു കുളം കാണാൻ സാധിക്കും. പൂൾ ഓഫ് റിഫ്ലക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അടുത്തായി തന്നെ ഒരു തീജ്വാലയും കാണാൻ പറ്റും. അതിനെ എറ്റേണൽ ഫ്ലെയിം എന്നും പറയപ്പെടുന്നു. ഈ കത്തുന്ന തീജ്വാലയും കുളവുമെല്ലാം ഓർമ്മയുടെയും പ്രത്യാശയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് റോൾ ഓഫ് ഓണർ. ഇവിടെ 1,02,000-ലധികം ഓസ്ട്രേലിയൻ സൈനികരുടെ പേരുകൾ വെങ്കലത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് റെഡ് പോപ്പി ഫ്ലവേഴ്സ് ആണ്. ഈ റെഡ് പോപ്പി ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഓർമ്മയുടെ ശക്തമായൊരു ചിഹ്നമാണ് റെഡ് പോപ്പി ഫ്ലവേഴ്സ്. ലോകമാകെ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ബ്രിട്ടൻ, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ പോപ്പി ഫ്ലവേഴ്സ് എന്നാൽ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരെ ആദരിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് അവരുടെ ത്യാഗവും ധൈര്യവും പ്രതീക്ഷയും സൂചിപ്പിക്കുന്നു. കാൻബറയിലെ ഈ യുദ്ധസ്മാരകത്തിൽ റോൾ ഓഫ് ഓണറിലുള്ള പേരുകൾക്കപ്പുറം ആയിരക്കണക്കിന് പോപ്പി പുഷ്പങ്ങൾ വയ്ക്കപ്പെടുന്നു. ഓരോ പൂവും നഷ്ടമായ ഒരു ജീവിതത്തിൻ്റെയും മാറ്റപ്പെട്ട ഒരു കുടുംബത്തിൻ്റെയും നിശബ്ദമായ ആദരാഞ്ജലിയാണ്. ഇവിടേക്കെത്തുന്ന ആളുകൾ സ്നേഹപൂർവ്വം ഈ പൂവുകൾ മതിലിൽ ചെറുതായി അമർത്തി വയ്ക്കുന്നു. റിമംബറൻസ് ഡേ എന്നറിയപ്പെടുന്ന നവംബർ 11 നമുക്കിത് കൂടുതൽ കാണാൻ സാധിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഓസ്ട്രേലിയക്ക് വളരെ വലിയ പങ്കാണ് ഉണ്ടായിരുന്നത്. ആദ്യ ലോക മഹായുദ്ധത്തിൽ ആ കാലത്ത് ചെറുതായിരുന്ന ജനസംഖ്യയുള്ള ഈ രാജ്യത്തിൽ നിന്ന് ഏതാണ്ട് 4,16,000-ലധികം ആളുകൾ സൈന്യത്തിൽ ചേർന്നു. പക്ഷേ അതിൽ 60,000-ലേറെ പേർ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ടർക്കിയിലെ ഗലിപ്പൊലി, ഫ്രാൻസ്, ബെൽജിയം, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ പ്രധാന പോരാട്ടങ്ങളിലാണ് ഇവർ പങ്കെടുത്തത്. 1915-ലെ ഗലിപ്പൊളി യുദ്ധം ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനമുള്ളതാണ്. ഈ യുദ്ധം വിജയിച്ചില്ലെങ്കിലും അതിൽ പങ്കെടുത്തവർ കാണിച്ച ധൈര്യം, സൗഹൃദം, ത്യാഗം എന്നിവ ഇന്നും ഓസ്ട്രേലിയയുടെ ദേശീയ മൂല്യങ്ങളായി കണക്കാക്കപ്പെടുന്നു. അതിനാലാണ് എല്ലാ കൊല്ലവും ഏപ്രിൽ 25 അൻസാക് ഡേ ഓസ്ട്രേലിയ ആചരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം 10 ലക്ഷത്തിലധികം ഓസ്ട്രേലിയക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, പസഫിക് മേഖലയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യമായി ഓസ്ട്രേലിയ നേരിട്ടുള്ള ഭീഷണിക്ക് വിധേയമാകുന്നതും ഇതേ സമയത്ത് തന്നെയാണ്. ജപ്പാൻ സൈന്യം ഡാർവിൻ ലക്ഷ്യമാക്കി ബോംബിടുകയും അതേപോലെ രാജ്യത്തിന്റെ വടക്കേ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇവിടെ നമുക്ക് പല തരത്തിലുള്ള ഗാലറി കാണാൻ സാധിക്കും. ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടത്, രണ്ടാം ലോക മഹായുദ്ധം, പിന്നെ 1945 ശേഷമുള്ള യുദ്ധങ്ങളെക്കുറിച്ചും നമുക്കിവിടെ കാണാൻ പറ്റും.
ഓസ്ട്രേലിയൻ സൈനികർ പങ്കെടുത്ത ചരിത്രപരമായ യുദ്ധരംഗങ്ങളുടെ മിനിയേച്ചർ വേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1920-30കളിലെ ആദ്യകാലം മുതലാണ് ഇവ മെമ്മോറിയലിന്റെ ഭാഗമായത്. സന്ദർശകരെ ആഴത്തിൽ ആകർഷിക്കുന്ന അതുപോലെ സൈനിക ചരിത്രം വ്യക്തതയോടെ അവതരിപ്പിക്കാനും ഇതിലൂടെ കഴിഞ്ഞു. കാൻബറയിലെ ഈ വാർ മെമ്മോറിയൽ എല്ലാ ദിവസവും ഓപ്പൺ ആണ്. അതുപോലെ പ്രവേശനവും സൗജന്യമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഈ വാർ മെമ്മോറിയൽ നിങ്ങൾ കാൻബറയിൽ വരികയാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് രതുലൻ അപർണ സൈനിങ് ഓഫ്. ബൈ.